വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് സീരീസിൻ്റെ 7th പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിലിനെ കുറിച്ചാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഈ എസെൻഷ്യൽ ഓയിൽ, എന്തിനാണ് എസെൻഷ്യൽ ഓയിൽ നമ്മുടെ ഹെന്ന കോൺസ് ഉണ്ടാക്കുന്നതിന് ചേർക്കുന്നത്, ഏതൊക്കെ എസെൻഷ്യൽ ഓയിൽ ചേർക്കാം ഹെന്ന കോൺസ് ഉണ്ടാക്കും, അതേപോലെ ഇനി എസെൻഷ്യൽ ഓയിൽ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, കളർ കിട്ടുമോ, എസെൻഷ്യൽ ഓയിൽ ചേർത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുകയാണ്. പിന്നെ അതേപോലെ മെയിൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഈ എസെൻഷ്യൽ ഓയിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ എസെൻഷ്യൽ ഓയിൽ എന്ന് നോക്കാം കേട്ടോ. അപ്പം പേര് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓയിലിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുമല്ല. ഒരു എസെൻഷ്യൽ ഓയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ഓയിലിൻ്റെ കൺസിസ്റ്റൻസി അല്ല, ചിലപ്പോൾ വെള്ളം പോലെയൊക്കെ ഇരിക്കും ചില ഓയിലൊക്കെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം പ്ലാന്റിൻ്റെ സ്റ്റെമ്മ്, അതേപോലെ ഫ്ലവർ, ലീവ്സ്, ഇതെല്ലാം ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി പോയിട്ട് അതിൽ ആ പ്ലാന്റ്സിൻ്റെ എസെൻസ് ഫുൾ ഇങ്ങനെ എടുക്കുക. ആ എസെൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ, എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്, ആ പ്ലാന്റിൻ്റെ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂക്കാലിപ്സ് ആണ്. യൂക്കാലിപ്സ് ഓയിൽ നമുക്കറിയാം, നമ്മൾ ഹെന്നയ്ക്കകത്ത് ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആ യൂക്കാലിപ്സിൻ്റെ ഇലയും പൂവും കായും സ്റ്റെമ്മും ഇതെല്ലാം കൂടി ഈ കോൾഡ് പ്രസ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയും, ആ ഒരു പ്രോസസ്സ് കൂടി കടത്തി വിട്ടിട്ടാണ് ഇതിൻ്റെ ഈ എസെൻസ് ഫുള്ള് നമ്മൾ എടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഓയിൽസൊക്കെ, എസെൻഷ്യൽ ഓയിലൊക്കെ ഇത്ര എക്സ്പെൻസീവ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചിലർ പറയാറുണ്ട്, അയ്യോ എസെൻഷ്യൽ ഓയിൽ ഭയങ്കര റേറ്റ് ആണല്ലോ, ഇതെന്താ ഇങ്ങനെ ഇത്ര റേറ്റ് വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം നമുക്ക് ഈ ഒരു തുള്ളി എസെൻഷ്യൽ ഓയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും റോ മെറ്റീരിയൽസ് വേണം. ഇതിൻ്റെ ഇലയും പൂവും കായും ഒക്കെ വേണ്ടേ. അപ്പം ഇതൊക്കെ അത്രയും കൂടുതൽ വേണം ഈ ഒരു കുറച്ച് തുള്ളി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് എസെൻഷ്യൽ ഓയിൽ ഇത്ര റേറ്റ് വരുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. വീട്ടിൽ നമുക്ക് എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വലിയ ഫാക്ടറികളിലൊക്കെ നമുക്കത് പറ്റുള്ളൂ. അതിനായിട്ടുള്ള മെഷീൻസ് വേണം, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അത്രയും റോ മെറ്റീരിയൽസ്, ഈ ഇതിൻ്റെ പൂവും കായും ഇലയൊക്കെ വേണ്ടേ. അപ്പോൾ അതൊന്നും നമുക്ക് എന്തായാലും അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനും കുറേയൊക്കെ തുടക്കത്തിൽ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തായിരുന്നു, ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇവിടെ ശരിക്കും എനിക്ക് പോർച്ചുഗലിൽ ഇഷ്ടം പോലെ യൂക്കാലിപ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ ഓയിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരെന്തോ പേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങാണ്ട് യൂസ് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അപ്പം പക്ഷെ ഓയിലിന് ഒരു 10 ml തന്നെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇവിടുന്ന് കുറച്ച് ഇലയും പൂവും കായും ഒക്കെ പറിച്ച് നമുക്ക് ഉണ്ടാക്കിയാലോ, പക്ഷേ അതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ ഹെന്നയിൽ നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നത്? സാധാരണ എസെൻഷ്യൽ ഓയിൽ ഇല്ലാതെ നമുക്ക് ഹെന്ന ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എസെൻഷ്യൽ ഓയിൽ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം, ഹെന്ന ഉണ്ടാക്കാം. പക്ഷേ അതിന് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുന്ന കളറേ കിട്ടുള്ളൂ. ഹെന്നയ്ക്കകത്ത് നിന്ന് എത്ര കളറാണോ ആ ഒരു കളറേ കിട്ടുള്ളൂ. കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നത്, ഒന്നാമത്തെ റീസൺ. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമൽ ഓയിലൊന്നും ചേർക്കാത്ത ഹെന്ന യൂസ് ചെയ്യുമ്പോൾ, സാധാ മൈലാഞ്ചി ഇടുമ്പോൾ ആ ഒരു മൈലാഞ്ചി 2 ദിവസം കഴിയുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഫെയ്ഡ് ആവാൻ തുടങ്ങും. പക്ഷേ ഈ എസെൻഷ്യൽ ഓയിൽ ചേർത്തതാണെങ്കിൽ നമുക്ക് കുറച്ച് നാളും കൂടി ആ ഒരു ലോങ് ലാസ്റ്റിംഗ് സ്റ്റെയിൻ നമുക്ക് കിട്ടും. കുറച്ച് നാളും കൂടെ നമ്മുടെ കയ്യിൽ ആ സ്റ്റെയിൻ നിൽക്കും, ഡാർക്ക് സ്റ്റെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്യുവറായിട്ടുള്ള ഓയിൽ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ എസെൻഷ്യൽ ഓയിൽ, ഹെന്നയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിൽ ഡൈല്യൂട്ട് ചെയ്യാത്ത പ്യുവറായിട്ടുള്ള ഓയിൽസാണ് യൂസ് ചെയ്യാറ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അളവ് കറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്യണം. കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. കുറഞ്ഞാൽ സ്റ്റെയിൻ കുറയും, കൂടിയാൽ സ്കിന്നിന് ഇറിറ്റേഷനൊക്കെ വരും. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരണ്ടല്ലോ, കാരണം ഓൾറെഡി നമ്മൾ വീഡിയോസിലൊക്കെ എത്രയാണ് മെഷർമെൻറ്റ്സ് എന്നൊക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുമ്പം എണ്ണയ്ക്കകത്തൊരു പ്രിസർവേറ്റീവ് പോലെ ആക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കറിയാം സാധാരണ മൈലാഞ്ചിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഓയിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ കേടുവരും ഓർഗാനിക് എണ്ണ. അപ്പോൾ ഓർഗാനിക് എണ്ണയിൽ നമ്മൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് ഒരു 4 ദിവസം നമുക്കറിയാം ഓർഗാനിക് എണ്ണ പുറത്ത് വെച്ചാലും വലിയ പ്രശ്നമൊന്നും വരില്ല, സ്റ്റെയിനൊന്നും പ്രശ്നം വരില്ലെന്ന്. അപ്പോൾ ആ ഒരു പ്രിസർവേറ്റീവ് പോലെ ആക്ട് ചെയ്യാനും ഈ എസെൻഷ്യൽ ഓയിൽ നമ്മളെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഈ ഓയിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട്. ടീ ട്രീ ഓയിലും ലാവൻഡർ ഓയിലും ഒക്കെ നല്ലതാണ് സ്കിന്നിന്. പിന്നെ അതേപോലെ പിന്നെ നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അരോമ തെറാപ്പിക്കൊക്കെ നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാനും റിലാക്സേഷനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം അതുമെല്ലാം ഈ ഹെന്നയ്ക്കകത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഈ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെയിന് വേണ്ടിയിട്ടാണ്, നല്ല ഡാർക്ക് സ്റ്റെയിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ എസെൻഷ്യൽ ഓയിലാണ് ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഇതിനകത്ത് ടെർപീനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽ ചൂസ് ചെയ്യാറ്. സാധാരണ 4 എസെൻഷ്യൽ ഓയിലാണ് മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. ഒന്ന് യൂക്കാലിപ്സ്, ലാവൻഡർ, ടീ ട്രീ, അതേപോലെ തന്നെ കാഷ്പൂട്ട് ഓയിൽ. അപ്പം ഇതിനകത്ത് ഓരോന്നിലും ഈ ടെർപീനോളിൻ്റെ കണ്ടന്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചാണ് സ്റ്റെയിനും ഡിഫറെൻ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ചില യൂക്കാലിപ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു റെഡ് കളറായിരിക്കും വരുന്നത്. പിന്നെ അതേപോലെ ലാവൻഡറും ടീ ട്രീ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക്, ഭയങ്കര ചിലർക്ക് ഒരു ബ്ലാക്ക് പോലെയാകും. അപ്പം ഇതൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ടെർപ്പിൻ കണ്ടന്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് ഏത് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് എല്ലാം എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് ഈ എസെൻഷ്യൽ ഓയിലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് യൂക്കാലിപ്സ്, ടീ ട്രീ, ലാവൻഡർ, കാഷ്പൂട്ട്, ഇത് 4ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്, ടീ ട്രീയിലാണ് ടെർപ്പിൻ കണ്ടന്റ് കൂടുതലുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഡാർക്ക്നെസ് തോന്നാറുള്ളത് കേട്ടോ. ചിലരുടെ കയ്യിലങ്ങ് ബ്ലാക്ക് പോലെയാകും അങ്ങനത്തെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി എസെൻഷ്യൽ ഓയിൽ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പേ ചെയ്യാവുള്ളൂ കേട്ടോ. വേറെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. വാട്സപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് ടീ ട്രീ ഓയിലുണ്ട്, അതേപോലെ ലാവൻഡർ ഉണ്ട്, യൂക്കാലിപ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡൽ ബ്ലെൻഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ബ്ലെൻഡ് ഓയിൽ, അതായത് നമ്മൾ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതായത് ടീ ട്രീയും ലാവൻഡറും കൂടി പകുതി പകുതി മിക്സ് ചെയ്തിട്ട് അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടി ബ്രൈഡ്സിനൊക്കെ കുറച്ചും കൂടി ആ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കളറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ബ്രൈഡൽ ബ്ലെൻഡ്, ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സ്റ്റെയിൻ്റെ പിക്കും ഒക്കെ അയച്ചു തരാറുണ്ട് സാധാരണ. അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഏത് ഓയിലാണ് വേണ്ടതെന്ന്, സ്റ്റെയിൻ നോക്കിയിട്ട് ഏത് ഓയിലാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിനൊക്കെ റേറ്റിന് നല്ല ഡിഫറൻസ് ഉണ്ട്. യൂക്കാലിപ്സിന് കുറച്ച് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യൂക്കാലിപ്സിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂക്കാലിപ്സ് കുറച്ച് റേറ്റ് കുറവുള്ളത്. പിന്നെ ടീ ട്രീ നമ്മൾ കൊടുക്കുന്നത് ഓസ്ട്രേലിയൻ ടീ ട്രീ ആണ്. അപ്പം ടീ ട്രീ മെയിനായിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതേപോലെ നമ്മുടെ അവിടെ വന്നിട്ട് ഇന്ത്യയിലാണ് ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ് ഒക്കെ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലാവൻഡർ ആണെന്നുണ്ടെങ്കിൽ ബൾഗേറിയൻ ലാവൻഡർ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് ലാവൻഡറും ഉണ്ട്, ബൾഗേറിയൻ ലാവൻഡറും ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം ബൾഗേറിയൻ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഇൻഫർമേഷനൊക്കെ നമ്മൾ സപ്ലയറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ തന്ന ഇൻഫർമേഷൻ ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, എസെൻഷ്യൽ ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഓയിൽസ് ഒക്കെ തരാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓഫേഴ്സ് ഇടാറുണ്ട്. ഇപ്പം ഓണത്തിൻ്റെ ഓഫറുണ്ട്, അത് ഈ ഞായറാഴ്ചയാകുമ്പോൾ തീരും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓഫേഴ്സ് ഇടാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഓഫറൊക്കെ ഇടുമ്പോൾ സമയത്ത് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റൊക്കെ കുറച്ച് കിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഏത് എസെൻഷ്യൽ ഓയിലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സാധാരണ സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ് ലാവൻഡർ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും അധികം ഇങ്ങനെ പ്രഗ്നൻറ്റ് ബെല്ലിയിലൊന്നും അങ്ങനെ മെഹന്തി ഇടില്ല. അതേപോലെ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയൊന്നും ഇടാറില്ല. പുറത്തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കൂടുതലും ഞാൻ അമേരിക്കയിലും കാനഡയിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നത്. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള
അവരുടെ ആ ഒരു ബെല്ലിയിൽ ഇടുന്നുണ്ട്. അത് തന്നെ കൂടുതൽ സേഫ് ആയിട്ടുള്ള ലാവൻഡർ ആണെന്നാണ് അവർ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഈ കീമോ ഒക്കെ ചെയ്തിട്ട് മുടിയൊക്കെ പോയവരുടേതുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഒരു ഇങ്ങനെ ഹെന്ന ക്രൗൺ എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ തലയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനും നമ്മൾ സേഫായിട്ട് ഈ ഈ ലാവൻഡർ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിനൊന്നും യുക്കാലിപ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് സേഫ്റ്റി വൈസ് അവർ പറയുന്നത് കേട്ടോ. അപ്പം പക്ഷെ നമുക്ക് കയ്യിലിടുന്നതിനൊന്നും ഇതുവരെ യൂക്കാലിപ്സ് ഒന്നും അങ്ങനെ ആർക്കും നമുക്കൊന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ എന്നാലും എല്ലാം നമുക്ക് ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ഇപ്പം മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഫേക്ക് ആയിട്ടുള്ള ഓയിൽസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ആൾക്കാർ വാങ്ങിയിട്ട് ഫസ്റ്റ് ഒന്ന് വാങ്ങും, ഒക്കെ യൂസ് ചെയ്ത് റിസൾട്ടൊക്കെ വന്നിട്ട് പിന്നെ ഇവർ പോയിട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന്, വേറെ ആൾക്കാർ മീൻസ് ഇപ്പം കൂടുതലും രാജസ്ഥാനിൽ നിന്നൊക്കെ ആയിരിക്കാം, അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന പ്രശ്നം, അതായത് ഒന്ന് ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും ഹെന്ന. അതേപോലെ എന്താ പറയുക, ബേൺ ഉണ്ടായി, സ്കിൻ ബേൺ ഉണ്ടായിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെ നമ്മളുടെ അടുത്ത് തന്നെ തിരിച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഓയിൽ വാങ്ങിച്ചു, കുറച്ച് റേറ്റ് കുറഞ്ഞ് കണ്ടപ്പോൾ ഓയിൽ വാങ്ങിയതാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്താ കാരണം? അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവർ എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്ന റേറ്റ് കുറച്ച് വരുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് അതിനകത്ത് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് തന്നെയാണ്. കാരണം അതിനകത്ത് അത് ഭയങ്കര മാരകമായ കെമിക്കൽസ് ആണ്. കെറോസിൻ, ഗ്യാസോലിൻ, ബെൻസീൻ, ടെർപ്പിൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ടെർപ്പൻഡൈൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഇതിനകത്ത് ഇവർ ആഡ് ചെയ്യുമ്പോൾ ആണ് ഇവർക്ക് നല്ല കളറൊക്കെ കിട്ടും, സ്റ്റെയിനൊക്കെ നല്ല കളർ കിട്ടും, പിറ്റേ ദിവസം മുതൽ പൊളിഞ്ഞു പോകാൻ തുടങ്ങും ഈ ഒരു ഓയിൽ വെച്ച്, ചീപ്പ് ഓയിൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞത് ഓയിലല്ല, ഇത് കുറേ മിസ്റ്ററി കെമിക്കൽസ് കൂടിയ ഒരു സംഭവമാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. ഈ നമ്മളിങ്ങനെ റേറ്റ് കുറഞ്ഞ് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഓയിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങാതിരിക്കുക നല്ല. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ചിലർക്ക് ഇങ്ങനെ ബേൺ വരുന്നത് എന്തോ, ഈ ഓയിൽ വെച്ചിട്ട് ചിലർക്ക് മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ ബേൺസ് വരുമല്ലോ, ഇങ്ങനെ പൊള്ളിയ പോലെ വരുമല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ കെമിക്കൽസ് ഒക്കെ നമ്മൾ സണ്ണിൽ പോകുമ്പോൾ സണ്ണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് സൺബേൺ പോലെ വരുന്നത്, ആ പൊള്ളി പോലെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കുക. നമ്മൾ ആദ്യം എത്രയാണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് എപ്പോഴും നമ്മളൊന്ന് ഒരു സാമ്പിൾ വാങ്ങി നോക്കുകയോ അല്ലെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എല്ലാം ഇതാക്കാവുള്ളൂ കേട്ടോ, ഓയിലൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലയറുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങുക. നമ്മൾ സ്റ്റെയിൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതും കൂടി സേഫ്റ്റിയും കൂടെ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എസെൻഷ്യൽ ഓയിലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്താലാണ് എത്ര കളർ കിട്ടുക, എങ്ങനെയാണ് ഡിഫറൻസ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.